നമസ്കാരം. ദിവ്യ തൂങ്ങുമെന്ന് ഉറപ്പായി. CPM തന്നെ ദിവ്യയെ കൊലയ്ക്ക് കൊടുത്തു. ഇനി CBIയുടെ കയ്യിലെ കളിപ്പാവയായി മാറുകയാണ് ദിവ്യ. നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണെന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജിന്റെ വെളിപ്പെടുത്തൽ കേരള ഹൈക്കോടതി ഗൗരവമായി എടുത്ത സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ മരണം CBIക്ക് വിടാൻ സാധ്യതയേറി. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ CBI ആവേശപൂർവ്വം തയ്യാറെടുക്കുകയാണ്. MV ജയരാജന്റെ പ്രസ്താവന ദിവ്യയ്ക്ക് കുരുക്കാവുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ദിവ്യയെ തള്ളിപ്പറഞ്ഞത്. ജയരാജന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനയിൽ ദിവ്യയ്ക്ക് അമർഷമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ദിവ്യയെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് ഉറപ്പായി. ജയരാജന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതിനാലാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണെന്ന്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. ഇതായിരുന്നു ജയരാജന്റെ പരാമർശം. ഇത് സത്യത്തിൽ ജയരാജൻ നടത്തിയ വെളിപ്പെടുത്തലാണ്. ഇതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകൾ ഹൈക്കോടതി മുമ്പാകെ കുടുംബം സമർപ്പിച്ചു കഴിഞ്ഞു. കണ്ണൂർ CPM ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ജയരാജന്റെ മറുപടി. ഇക്കാര്യം നവീനിന്റെ ഭാര്യ കോടതിയെ അറിയിച്ചിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നാണ് നവീന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പറഞ്ഞത്. CBI ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ ഭാര്യ മഞ്ജുഷ ചൂണ്ടിക്കാട്ടി. മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അപ്പീൽ വിധി പറയാൻ മാറ്റി. കോടതിയുടെ മനസ്സിലും CBI അന്വേഷണമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറഞ്ഞിരുന്നു. മരണത്തിൽ പോസ്റ്റ്മോർട്ടം മുതൽ സംശയമുണ്ട്. നവീനിന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിലെ കല്ലാകാമെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ഡോക്ടർ. നവീന്റെ മരണത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. നിലവിൽ പ്രത്യേകം നടത്തുന്നത് രക്ഷപ്പെടുത്താനുള്ള അന്വേഷണമാണ്. കണ്ണൂർ പ്രശാന്തിന്റെയും അന്വേഷണ സംഘം പ്രതികളെ ദിവ്യയുടെയും കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോൺ കോൾ രേഖകൾ പോലും ശേഖരിച്ചിട്ടില്ലെന്നും നവീന്റെ ഭാര്യ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI നിരസിച്ചിരുന്നു. ഉദ്യോഗസ്ഥൻ അന്വേഷണം മുതിർന്ന അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം. സത്യം പുറത്തു വരിക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും ഭാര്യ പറഞ്ഞു. കേസ് ഡയറി ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നും ഹർജിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ നവീന്റെ ഭാര്യ പറഞ്ഞ എല്ലാ രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും നിലവിൽ മികച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടക്കുന്ന ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റി. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഭാര്യയുടെ ഹർജി കോടതി തള്ളിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. SITയുടെ അന്വേഷണം കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലാകണം. റേഞ്ച് DIGയുടെ അനുമതിയോടെ മാത്രമേ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളോടെയാണ് അന്വേഷിക്കണമെന്ന കോടതി തള്ളിയത്. CBI ആവശ്യം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പറഞ്ഞത്. വിധി PP ദിവ്യയാണ് ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-ന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത്. ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയെങ്കിലും CBI അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള പൊതു നിലപാടിന്റെ ഭാഗമാണിതെന്നാണ് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടാൽ അത് CPMന് ക്ഷീണം ചെയ്യുമെന്നാണ് നിഗമനം. എന്നാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഹർജി പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് CBI തയ്യാറാണോ എന്ന് കോടതി ചോദിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഏറ്റെടുക്കാമെന്നായിരുന്നു മറുപടി. എന്നാൽ കേസിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്ന് കോടതി പറഞ്ഞു. പോലീസ് അന്വേഷണം പക്ഷാപാതപരമാണെന്നതിന് നിലവിൽ തെളിവുകളില്ല. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ല.
കണ്ണൂർ കമ്മീഷണറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.